ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, അപ്പച്ചന്മാരെ, അമ്മച്ചന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സുഖമാണോ? വലിയ ദൈവസ്നേഹം, വലിയ കൃപയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ കേട്ടോ. യുവജനങ്ങളെ ഓർക്കുന്ന കുട്ടികൾക്ക് പരീക്ഷയൊക്കെ എന്തായി അല്ലേ? കുറച്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞു എന്നുള്ള വിശേഷമൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ കൂടെ ഉണ്ട് കേട്ടോ. ധ്യാനത്തിന്റെ കർത്താവ് വലിയ കരുണയാൽ കേട്ടോ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന എല്ലാം പ്രത്യേകം നന്ദി. എല്ലാം കർത്താവിന്റെ കൃപയാൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ധ്യാന വിശേഷങ്ങളൊന്നും അധികം പറയുന്നില്ല, പ്രാർത്ഥിച്ചു വെച്ചാൽ മതി, ഓർക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു നന്മ ചില പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, അതായത് ഇപ്പോൾ ഈ സമയത്ത് ചില വ്യക്തികൾ വിചാരിക്കുന്നുണ്ടാവും, എനിക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ സമയത്ത് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. അവർക്കിപ്പോൾ ഈ പ്രാർത്ഥന ചെല്ലുകയും ചെയ്യും. ഒരു കുറച്ച് ആളുകൾ കഴിയുമ്പോൾ ചില സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ആൾക്കാർ ഇടവരും. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാനോ സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ ചിന്തിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നന്മ ചിലപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊതുവഴിയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ബൈക്കൊക്കെ പോകുന്നതിന്റെ സ്വരമൊക്കെ കേൾക്കും, ഒന്നും കുഴപ്പമില്ല കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഇതാണ്: നമ്മൾ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. യോഹന്നാൻ 1:42 തലക്കെട്ട് എടുത്തത്. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 1:42 അതാണ് വചനം. അതിനിതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു അവനെ നോക്കി പറഞ്ഞു. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വചനത്തിന്റെ വാക്യം, ശിമിയോൻ പോയിട്ട് പത്രോസിനെ കൂട്ടിക്കൊണ്ട് വരികയാണല്ലോ, എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മിശിഹായെ കണ്ടു എന്നൊക്കെ പറയുന്നേ ആ ഭാഗമാണ്. അപ്പോൾ യേശു ഈ പത്രോസിനെ കണ്ട സമയത്ത് പറയാം, യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമിയോനാണ്, ഖേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും. അപ്പോൾ ഞാൻ ഈ വചനം വായിക്കുമ്പോഴേ ഇത് ഇപ്പോഴത്തെ ചിന്തയൊന്നുമല്ല, ഞാൻ ഒരുപാട് പണ്ട് മനുഷ്യനാലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ സ്പർശിച്ച ഒരു സംഗതിയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഈ ശിമിയോനായ പത്രോസ്ലീഹാനെ കാണുമ്പോൾ ഈശോ കാണുന്നത് ഇവന്റെ ഉളുമ്പനാറ്റമോ അല്ലെങ്കിൽ ഒറ്റ കൊടുക്കപ്പെടുന്ന രാത്രി തള്ളി പറയുന്നതോ ഇതൊന്നുമല്ല. ഈശോ കാണുന്ന കാഴ്ച എന്നതാ അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് പത്രോസ്ലീഹ ഇരിക്കുന്ന രംഗമാണ് അവനെ വിളിക്കുന്ന സമയത്ത് കർത്താവ് കാണുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പത്രോസ്ലീഹാനെ കാണുകയാണെങ്കിൽ ആദ്യം തന്നെ അല്ലെ പത്രോസ് തള്ളി പറഞ്ഞാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഓർമ്മയിൽ വരുന്നു അല്ലേ? ചിന്തിച്ചു നോക്കിയേ. അല്ലെ ദാവീദിനെ കുറിച്ച് ഓർമ്മയിൽ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ദാവീദിന്റെ ചില പാപത്തിന്റെ തലങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട അതിന്റെ എല്ലാം അപ്പുറത്തൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അപ്പുറത്തെല്ലാം വലിയൊരു കൃപയുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരിക്കലും നമ്മൾ നമ്മുടെ കണ്ണുകളിലൂടെ നമ്മളെ നോക്കാൻ നിൽക്കരുത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ നമ്മളെ നോക്കാൻ നിൽക്കരുത്. നമ്മൾ നോക്കണമെന്നറിയോ, ഈശോയുടെ കണ്ണുകളിലൂടെ നമ്മളെ തന്നെ നോക്കാൻ വേണ്ടി തുടങ്ങണം. അവിടെയാണ് ഒരു സമാധാനം, സ്വസ്ഥതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അന്തരോസം പോലും വിചാരിച്ചില്ല പത്രോസിന് ഇത്ര ഒരു ടോപ്പ് ഡിഗ്രിയൊക്കെ കിട്ടുന്നല്ലേ. കഴിഞ്ഞ ദിവസം അതിനകത്ത് ഞാനത് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മളെ തന്നെ നോക്കി കുറ്റപ്പെടുത്തി നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് എന്തൊരു കഷ്ടമാണ് അങ്ങനെ വെറുതെ സമയങ്ങളിൽ ഒന്നും ചെയ്യരുത് കേട്ടോ. ദൈവത്തിന്റെ ഒരു കൃപ ശക്തമായിട്ട് നിങ്ങളെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. അതുകൊണ്ട് ഈശോയുടെ കണ്ണുകളിലൂടെ മാത്രം നമ്മൾ നോക്കണം. ഒരു കണ്ണുകളിൽ നമ്മൾ നോക്കണം. അങ്ങനെ നോക്കാൻ പഠിക്കണം. ആമേൻ, ആമേൻ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, വലിയ കൂട്ടായ്മയിൽ ഒരു മനസ്സോടെ സന്തോഷത്തോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയും. അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട്, അത്ഭുതകരമായ ദൈവകൃപ കൊണ്ട് ഇവരെ ഓരോരുത്തരും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നന്മറയും ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ്, ഇപ്പോൾ ആരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലാത്ത, ആർക്കും വേണ്ടിയിട്ട് ആരും ഇല്ലാത്തവര്, അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്കോട് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകാര്യമായി അവരുടെ ജീവിതത്തിൽ അനുഭവം കിട്ടി. കർത്താവെ, പ്രത്യേകിച്ച് അതുപോലെ ഞെരുക്കത്തിലും മരിക്കാനൊക്കെ ചിന്തിച്ച് അതുപോലെയൊക്കെ വിടുതല പ്രാപിച്ച് സ്വർഗത്തിലെത്താനും സ്വർഗത്തിൽ ഞങ്ങളുടെ ഒരുമിച്ച് കണ്ടുപെടുന്ന സമയത്ത് ആ ആത്മാക്കൾ ഞങ്ങളോട് നന്ദി പറയുന്ന രംഗമൊക്കെ കാണുകയാണ്. കർത്താവെ, എന്റെ ദൈവം, ഞങ്ങൾക്ക് അന്ന് കർത്താവിനെ മഹത്വപ്പെടുന്ന ഇടവരട്ടെ കർത്താൻ. അതുപോലെ തന്നെ കൃപയുടെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ച് ഓരോരുത്തർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ.
തന്നെക്കുറിച്ച് കർത്താവ് കാണുന്നവരെ കാണാൻ കൃപ തറയട്ടെ. കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ദുഷ്ടാരിയുടെ പൈശാചികളുടെ ശല്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടോ. ദൈവകൃപ ശക്തമായ അവസ്ഥയിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.